വചനോദയം. മാർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. യേശു വീണ്ടും കടൽ തീരത്തേക്ക് പോയി. ജനക്കൂട്ടം അവൻ്റെ അടുത്തെത്തി. അവൻ അവരെ പഠിപ്പിച്ചു. അവൻ കടന്നുപോയപ്പോൾ ഹൽപ്പയുടെ പുത്രനായ ലേവി ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ട് അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു. അവൻ ലേവിയുടെ ഭവനത്തിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അനേകം ചുങ്കക്കാരും പാപികളും അവൻ്റെയും ശിഷ്യരുടെയും കൂടെയിരുന്നു. കാരണം അവനെ അനുഗമിച്ചവർ നിരവധിയായിരുന്നു. അവൻ പാപികളോടും ചുങ്കക്കാരോടുമൊപ്പം ഭക്ഷണം കഴിക്കുന്നത് കണ്ട് ഫരിസേയരിൽപ്പെട്ട ചില നിയമജ്ഞർ ശിഷ്യന്മാരോട് ചോദിച്ചു, അവൻ ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ ഭക്ഷിക്കുന്നതെന്ത്? ഇത് കേട്ട് യേശു പറഞ്ഞു, ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. നീതിമാന്മാരെയല്ല, പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നത്. വചന വിചിന്തനം. ചുങ്കക്കാരനായ ലേവിയെ വിളിക്കുന്നതിലൂടെയും അവൻ്റെ ഭവനത്തിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിലൂടെയും പാപികളോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം, കരുണയും യേശു വെളിപ്പെടുത്തുന്നു. മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ ഈ സ്നേഹവും കരുണയും നാം പ്രകടമാക്കണമെന്ന് യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നു. റോമാക്കാർക്ക് വേണ്ടി അമിതമായി നികുതി ഈടാക്കുന്നതിലൂടെ ലേവി യഹൂദജനത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യദ്രോഹിയും പാപിയുമായി പരിഗണിക്കപ്പെട്ടു. എന്നാൽ ദൈവിക സ്നേഹവും കൃപയും ആവശ്യമുള്ള ഒരു വ്യക്തിയെ ലേവിയിൽ കാണാൻ യേശുവിന് സാധിച്ചു. യഹൂദജനം മുഴുവനും ലേവിയെ വെറുത്തപ്പോൾ അളവില്ലാത്ത സ്നേഹവും കരുണയും ക്ഷമയും നൽകാൻ യേശു തയ്യാറായി. അതുകൊണ്ടാണ് യേശു ക്ഷണിച്ചപ്പോൾ ലേവി വിരുന്ന് നൽകി സൽക്കരിച്ചതും എല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ചതും. യേശു ചുങ്കക്കാരോടും പാപികളോടും ഭക്ഷണം കഴിക്കുന്നത് കണ്ട് ഫരിസേയർ യേശുവിനോടല്ല അവൻ്റെ ശിഷ്യന്മാരോടാണ് ചോദ്യം ഉന്നയിച്ചത്. അതിന് മറുപടിയായി യേശു പറയുന്നത്, ആരോഗ്യമുള്ള വ്യക്തികളെ വൈദ്യൻ സന്ദർശിക്കേണ്ടതില്ല, മറിച്ച് രോഗികളുടെ അടുക്കലേക്കാണ് വൈദ്യൻ പോകേണ്ടതെന്നാണ്. അതുപോലെ യേശുവും തന്നെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരുടെ അടുക്കലേക്കാണ് പോകുന്നത്. യേശു വൈദ്യനായും നല്ല ഇടയനായും ഈ ലോകത്തിലേക്ക് വന്നത് തൻ്റെ ജനത്തെ പരിപാലിക്കാനും അവരെ ജീവിതത്തിൻ്റെ പൂർണ്ണതയിലേക്ക് പുനഃസ്ഥാപിക്കുവാനുമാണ്.